മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത് എൻഗേജ്മെന്റ് റഡാർ ആണ്. എൻഗേജ്മെന്റ് റഡാർ എന്താണ് എന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. എൻഗേജ്മെന്റ് റഡാർ മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക, അതാണ് എൻഗേജ്മെന്റ് റഡാറിന്റെ ലക്ഷ്യം. 12 മിസൈലുകൾ 6 ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നതിനായി എൻഗേജ്മെന്റ് റഡാറിന് സാധിക്കും. 2 തരം മിസൈലുകളാണ് പ്രധാനമായും നമ്മുടെ ഈ സംവിധാനത്തിൽ ഉള്ളത്. ഒന്ന് സെമി ആക്റ്റീവ് ഹോമിംഗ് മിസൈൽ റഡാർ നയിക്കുന്നതിനായി, മറ്റൊന്ന് ആക്റ്റീവ് ഹോമിംഗ് മിസൈൽ. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. സെമി ആക്റ്റീവ് ഹോമിംഗ് മിസൈലും അതോടൊപ്പം തന്നെ ആക്റ്റീവ് ഹോമിംഗ് മിസൈലും ലക്ഷ്യം സ്വയം തിരിച്ചറിയുന്ന സംവിധാനം ആണ് ഇത്. ഈ 2 സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ കരുത്തനായ S-400 എന്ന ഈ സുദർശന ചക്രം കയ്യിലുള്ളപ്പോൾ പേടി എന്തിന്? ഇവനുണ്ട് കൂടെ. നമ്മുടെ രാജ്യത്തെ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന്, ശത്രു രാജ്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കാൻ നമുക്ക് അത്രയും കരുത്തോടുകൂടി S-400 ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ അശാന്തി വിതയ്ക്കാനുള്ള ആക്രമണങ്ങളെ പൂർണ്ണമായും നമുക്ക് പരാജയപ്പെടുത്താനും കഴിയും. നമ്മുടെ രാജ്യം സുസജ്ജമാണെന്നേ. നമ്മുടെ രാജ്യം, നമ്മുടെ സൈന്യം സുസജ്ജമാണ്. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. അതോടൊപ്പം തന്നെ ടെസ്റ്റിംഗ് സൈറണുകൾ അടക്കം ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മേഖലകളിൽ വന്നേക്കാം. സൈനിക മൂവ്മെന്റുകൾ ഉണ്ടായേക്കാം. അവയുടെ ഒന്നും ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് ദയവ് ചെയ്ത് പങ്കുവയ്ക്കാതിരിക്കുക.